ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിൽ ഏറ്റവും ഒടുവിലത്തെ ദിനങ്ങളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ദൈവം വിശ്വസ്തൻ. ഓരോ മണിക്കൂറിനും വിലയുണ്ട്. ഈ മാസം നടക്കേണ്ട പല വിടുതലുകളും കാണാൻ പോകുന്ന അവസാന മണിക്കൂറുകളാണ്. നമുക്ക് ഓരോ മിനിറ്റും വിശ്വസിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റ് വെച്ച് അതിന് ആമേൻ പറയാനും വിശ്വസിക്കാനും ഒക്കെ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങൾക്കും എനിക്കും വലിയ അനുഗ്രഹമായി മാറും. ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കേണ്ടത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കർത്താവ് നൽകി തരും. കർത്താവിന് 1000 സംവത്സരം ഒരു ദിവസം പോലെ എന്നാണ്. അതായത് 1000 വർഷവും ഒരു ദിവസമൊക്കെ കർത്താവിന് ഒരുപോലെയാണ്. കർത്താവിന് അത് വലിയ കാര്യമൊന്നുമല്ല. 1000 വർഷങ്ങൾക്ക് അപ്പുറം നടക്കാനുള്ള കാര്യം ഇന്ന് ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അങ്ങനെയൊക്കെ അതിനെ മനസ്സിലാക്കുന്നത്. നമ്മുടെ കർത്താവിന് എല്ലാം കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ പല തലമുറകൾ കൊണ്ട് ചെയ്യാൻ കഴിയേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ നമുക്ക് താണിരിക്കാം. ഒരിക്കൽ അബ്ദുൽ കലാം എന്ന പഴയ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന മഹാനായ അദ്ദേഹം പറഞ്ഞു, തെറ്റായ മനുഷ്യരുടെ കൂടെ നടക്കുന്നതിനേക്കാൾ തനിയിരിക്കുന്നതാണ് നല്ലത്. നമ്മളെപ്പോഴും കൂടുതൽ ആൾക്കാരുണ്ടോ കൂടെ നടക്കാൻ ആരെങ്കിലും വേണം, ഒരാളല്ലെങ്കിൽ മറ്റേ ആൾ. ഒരിക്കലും ഒറ്റയ്ക്കിരിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. എന്നാൽ തെറ്റായ വ്യക്തികളെ കൂടെ നടക്കുന്നതിനേക്കാൾ തനിയെ ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ശക്തന്മാരായിരുന്നവരെല്ലാം ഏകാന്തതകളിലൂടെ കടന്നുപോയി. ഒറ്റ വാക്യം പറഞ്ഞാൽ ഏകാന്തത എന്ന് പറയുന്നത് ശക്തന്മാരുടെ ജന്മഭൂമിയാണ്. പത്മോസ് എന്ന ദ്വീപ് യോഹന്നാനെ വളരെ വളരെ ശക്തനാക്കി മാറ്റി. വൃദ്ധനായ യോഹന്നാൻ ആ വെളിപ്പാട് പുസ്തകം എഴുതി ശക്തനായിട്ട് മാറി. തുറന്ന സ്വർഗം കണ്ടു. താൻ തനിയെ ആയതുകൊണ്ട് കർത്താവ് അവിടെ ഇറങ്ങി വന്നു. കർത്താവിന് പലപ്പോഴും നമ്മെ തനിയെ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം പ്രശ്നം. മോശയെ ദൈവത്തിന് തനിയെ കിട്ടുവാൻ കുറേ വർഷം കാത്തിരുന്നു. 40-ാമത്തെ വയസ്സ് വരെയും തന്നെ തനിയെ കിട്ടുന്നില്ല. പിന്നീട് താൻ ഓടിപ്പോയി. 40-ാമത്തെ വയസ്സിൽ ഓടി മിദ്യാന്യരുടെ അടുക്കലേക്ക് പോയി. ഒരു പുരോഹിതൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ 10 പെൺപിള്ളേരെ അവിടെ. അതും വലിയ ഫാമിലിയാണ്. അവിടെയും മോശയെ തനിയെ കിട്ടുന്നില്ല. എന്നാൽ ഒരു ദിവസം ദൈവത്തിന് വളരെ തനിയെ മോശയെ കിട്ടി. ദൈവവചനത്തിൽ വായിക്കുന്ന പോലെ, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ നിന്നോട് ഹൃദ്യമായി ഇടപെടും എന്ന് വായിക്കുന്ന പോലെ, ദൈവത്തിന് ഏകാന്തതകളിൽ ഇരിക്കുന്നവരെ തനിയെ കണ്ട് സംസാരിക്കുവാൻ, മണിക്കൂറുകൾ അങ്ങനെയുള്ളവരോട് ചെലവഴിപ്പാൻ കർത്താവിന് താല്പര്യമുണ്ട്. DGS ദിനകരൻ എന്ന ദൈവ പുരുഷൻ, അദ്ദേഹം 8 മണിക്കൂറോളം ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിച്ചിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തോട് വർഷങ്ങൾ ആ ബന്ധം തുടരാൻ കഴിഞ്ഞു. അതായത് ഒരു ദിവസത്തിന് 24 മണിക്കൂർ, അതിൻ്റെ 1/3 അദ്ദേഹം ദൈവത്തിന് കൊടുത്തു. 1/3 ഉറങ്ങാനെടുത്ത് കാണും. അടുത്ത 1/3 ഭാര്യയ്ക്കും മക്കൾക്കും ജോലിക്കും വേണ്ടി ചെലവാക്കി, ഭക്ഷണത്തിനും എല്ലാം കൂടി ചെലവാക്കി. എന്നാൽ 8 മണിക്കൂർ 1/3 ദൈവത്തിന് കൊടുത്തു. അതുകൊണ്ട് ഇന്ത്യയിൽ അതുപോലൊരു ദൈവദാസൻ ഇന്ന് വരെ എഴുന്നേറ്റ് വന്നിട്ടില്ല. ഒറ്റപ്പെടലുകൾ, ദൈവവുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അതാണ് ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ശക്തനാക്കുന്നത് എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അവസാനിച്ചല്ലോ. 8-ാം അധ്യായം നമ്മൾ തുടങ്ങുകയാണ്. അതിലിങ്ങനെയാണ്, അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അതുകൊണ്ടാണല്ലോ വസ്ത്രമൊക്കെ കാക്കുവാനായിട്ട്. ശൗലിന് വലിയ ഉയരമുണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. എറിയാനും വലിയ ബലമൊന്നും ഉണ്ടാവും, ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടോ പുള്ളിക്ക്. അതുകൊണ്ട് നല്ല എറിയാൻ പ്രാപ്തിയുള്ളവരോട് പറയണം, നിങ്ങൾ എറി,
ആ വസ്ത്രമൊക്കെ ഞാൻ നോക്കിക്കോളാം. അവരുടെ മേൽവസ്ത്രങ്ങളുണ്ട്. ഈ പരീശന്മാരൊക്കെ നടക്കുമ്പോൾ ഒത്തിരി വസ്ത്രങ്ങളൊക്കെ പുതച്ച് വലിയ വേഷഭൂഷാദിയോടെ നടക്കും. അപ്പം അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ അടുക്ക കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അവർ പോയി കല്ലെറിഞ്ഞ് സ്തെഫാനോസിനെ കൊന്നു. അപ്പോൾ ശൗലിൻ്റെ സമ്മതത്തോടു കൂടിയായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ഈ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ മുൻ നായകൻ എന്ന് പറയാം ശൗൽ. അങ്ങനെ ഇവർ ഇതേ തുടർന്ന് ഇവർ നിർത്തിയില്ല. വലിയ പ്രതികൂലം അവർ അഴിച്ചുവിട്ടു. ഇതിനെ തുടർന്ന് ദൈവജനത്തെ ഇല്ലാതെയാക്കാൻ അവർ യെരുശലേമിൽ വലിയ പീഡനം അഴിച്ചുവിട്ടു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തി 1:8 അനുസരിച്ചില്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 8:1 അനുഭവിക്കേണ്ടി വരുമെന്ന്. അപ്പോസ്തല പ്രവൃത്തി 1:8 എന്താണ്? ഉയരത്തിലെ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഇവര് വളർന്ന് ഇവർ ഒരുമിച്ച് കൂടി, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് അപ്പം നുറുക്കി, കൂട്ടായ്മയെ ആചരിച്ച് സന്തോഷത്തോടെ സർവ്വജനത്തിനുമുള്ള കൃപ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ ജനവും അനുഭവിക്കേണ്ട ദൈവകൃപ ഇവരൊറ്റക്ക് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അനുവദിച്ചതാണ് ഈ ഉപദ്രവം. ചില ഉപദ്രവങ്ങളെ ദൈവം അനുവദിക്കുന്നത് അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ഭൂമിയുടെ അറ്റത്തോളം പോകാനുള്ളവർ ഒരുമിച്ചിരിക്കുന്നു. പല നാടുകളിലേക്ക് കർത്താവ് വിളിച്ചിരിക്കുന്ന പലരുമുണ്ട്. അത് പോകാൻ വേണ്ടി ദൈവം അവർക്ക് പ്രത്യേകമായ ചില വഴികൾ തുറക്കും. ചിലരുടെ വിദ്യാഭ്യാസം അതിനുള്ള ഒരു ചാനലാണ്. നേഴ്സായി മാറുക, MBA പഠിക്കുക, എഞ്ചിനീയറിങ്ങിന് പോകുക, ഇങ്ങനെ ചില കോഴ്സുകൾ ചില രാജ്യങ്ങളിലേക്കുള്ള അവസരങ്ങളെ ഉണ്ടാക്കുകയാണ്. ചില ബിസിനസ്സുകൾ, ഇതെല്ലാം പല രാജ്യങ്ങളിലെത്താൻ ദൈവ മക്കൾ ഓർക്കണം, നിങ്ങൾ എവിടെ ചെന്നാലും അത് നിങ്ങളെ കർത്താവ് കൊണ്ടു ചെല്ലുന്നതാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒത്തിരി മലയാളികൾ പല രാജ്യത്തിരുന്ന് ഇത് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അവിടെ വന്നതല്ല, നിങ്ങൾ കേരളത്തിൽ ജീവിക്കേണ്ടവരായിരുന്നു. ഒരു കൈലി ഉടുത്ത് തോളയിൽ ഒരു തോർത്തുമിട്ട് ഇവിടെ അല്ലെങ്കിൽ തലയിൽ ഒരു തോർത്ത് കെട്ടി വാഴത്തോട്ടത്തിലും തെങ്ങും തോപ്പിലും റബ്ബറും തോട്ടത്തിലും ഒക്കെ നിൽക്കേണ്ടവരായിരുന്നു. എന്തിന് കൊച്ചു കേരളത്തിൽ നിന്ന് നിങ്ങളെ അവിടെ അയച്ചു? കാരണം തോമസ് അപ്പോസ്തലനെ യേശു കർത്താവ് 12 പേരിൽ ഒരുവനെ കൊച്ചു കേരളത്തിലേക്ക് ഇങ്ങോട്ട് അയച്ചു. എന്തിന്? നമ്മെ ഇവിടെ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം അയക്കേണ്ടതിന്. ഈ സത്യം നിങ്ങൾ അറിയണം. നിങ്ങൾ എങ്ങനെ ആ രാജ്യത്ത് ചെന്നു? നിങ്ങൾക്ക് എങ്ങനെ വിസ കിട്ടി? നിങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ പൗരത്വം എങ്ങനെ കിട്ടി? നിങ്ങളെ കഴിവോ മിടുക്കോ ഒന്നുമാണെന്ന് കാണരുതേ. അതൊന്നുമല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ദൈവം അറിയാതെ ഒന്നും നടക്കില്ല. ഇപ്പോൾ വിസയുടെ പ്രശ്നമൊക്കെ, അമേരിക്കൻ വിസയ്ക്ക് വലിയ പ്രശ്നം, UK വിസയ്ക്ക് വലിയ പ്രശ്നം, അയർലൻഡിൽ വലിയ പ്രശ്നം, കാനഡ വിസയ്ക്ക് വലിയ പ്രശ്നം, അവിടത്തേക്ക് പൗരത്വം കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്, ജോലിക്ക് ബുദ്ധിമുട്ട്. ഇതൊന്നും കേട്ട്, ന്യൂസ് കേട്ടൊന്നും നിങ്ങൾ പേടിക്കണം. നിങ്ങളെ ദൈവം അയച്ചതാണെങ്കിൽ നിങ്ങൾക്ക് വിസയും ഉണ്ടാകും, പൗരത്വം ഉണ്ടാകും, അതിന് വേണ്ട ജോലിയും ഉണ്ടാകും, അവിടെ വീടുമുണ്ടാകും, അതിനുള്ള വഴികളും ഉണ്ടാകും. കാരണം നിങ്ങളെ അയച്ചത് ദൈവമാണെങ്കിൽ അവൻ അത് നിർവഹിക്കും. ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ എന്താണ് പ്രതികൂലം? ഒരു പ്രതികൂലവും നിങ്ങളെ ബാധിക്കില്ല, ഒന്നും നിങ്ങളെ തൊടുകയില്ല. ഈ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും, ഈ ജോഷി ബ്രദറെ ഇത് ഓരോന്ന് വായിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അതെ, ഓരോ വാക്യത്തിൽ നിന്നും നമുക്ക് ധ്യാനിക്കാനുള്ളത് അതിൽ കിട്ടും. ഓരോ വാക്യത്തിനകത്തുനിന്നും നമുക്ക് ദൂതുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ബലമാണ് ഉണ്ടാകുന്നത്. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും ചിതറിപ്പോയി. ചിലതൊക്കെ 4 വഴിക്ക് പോകുന്നത് നല്ലതാണ്. ഒരു വീട്ടിൽ തന്നെ അപ്പനും അമ്മയും
3 പിള്ളേരാണ്. ഈ 3 പിള്ളേർ 3 രാജ്യത്ത്. അതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനാണ്. മാതാപിതാക്കൾ അതിൽ പരാതിയേ പറയരുത്. മാതാപിതാക്കൾ അതിനെ അംഗീകരിക്കണം. അവരെന്നും നമ്മുടെ ഞാൻ ചാകാൻ നേരത്ത് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഒരു തുള്ളി വെള്ളമില്ലെങ്കിലും മരിച്ചോളും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അവസാനം ഇളയ മോൻ വന്നിട്ട് വായിൽ ഇത്തിരി 2 തുള്ളി വെള്ളം ഒഴിച്ച് തന്നില്ലെന്ന് കരുതിയും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം സ്തേഫാനോസിൻ്റെ ചരിത്രം വായിച്ചു. അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, കല്ലാണ് വായിലോട്ട് വരുന്നത്. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ കുറേ നിയമങ്ങളാണ്. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നുവോ ദൈവം അയക്കുന്നതാണ്, അവർ പോകട്ടെ. നമ്മുടെ കാര്യം ദൈവം നോക്കും. മാതാപിതാക്കൾ ഈ കാര്യത്തിൽ നിങ്ങളെ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കണം. ഇല്ല, അത് ദൈവഹിതമാണ്, എൻ്റെ മക്കൾ ഇങ്ങനെ പോകണം, അത് ദൈവഹിതമാണ്, അവരോരോ രാജ്യത്ത് പോകണം, ചേക്കേറണം, ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. എന്നാൽ അവർ ദൈവത്തിൻ്റെ പ്ലാൻ പൂർത്തിയാക്കണം. എന്താ? സുവിശേഷത്തിന് വേണ്ടിയാണ്. മലയാളിയെ ഭൂമിയുടെ അറ്റം വരെയും വിശ്വാസികളായ മലയാളികൾ അറിയണം, നിങ്ങളെ ഭൂമിയുടെ അറ്റത്തോളം വിടുന്നത് സുവിശേഷത്തിന് വേണ്ടിയാണ്. മാത്രമല്ല, ഭൂമിയുടെ എല്ലാ അറ്റങ്ങളിലും ചെന്ന മലയാളിയോട് പറയണം, തോമസ് അപ്പോസ്തലൻ ഇവിടെ വന്ന് സുവിശേഷം അറിയിച്ച് നമ്മുടെ കൊച്ചു നാട് ഭൂമിയുടെ അറ്റത്തോളം പോകുന്ന ഒരു നാടാക്കി മാറ്റി. അഭിഷിക്തനായ തോമസ് അപ്പോസ്തലനെ കർത്താവ് അയച്ചു. അപ്പോൾ ഭൂമിയുടെ അറ്റത്തോളം പോകാനുള്ള ഒരു പ്രത്യേക അഭിഷേകം മലയാളിക്കുണ്ട്. എവിടെ ചെന്നാലും കുറഞ്ഞു പോകില്ല, അവിടെ മുന്നിലെത്തും. എവിടെ ചെന്നാലും എല്ലാറ്റിൻ്റെ പുറകിൽ കിടക്കില്ല, ഏറ്റവും മുൻനിരയിൽ വരും. അതെല്ലാം യേശു കർത്താവിൻ്റെ കരുണയാണ്, കൃപയാണ്. അങ്ങനെ അന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. ചെറിയ ഉപദ്രവങ്ങളുണ്ട്, വലിയ ഉപദ്രവമുണ്ട്. ചെറിയ ഉപദ്രവമാണെങ്കിൽ അവരെല്ലാം പിടിച്ചു നിൽക്കും. എന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഉപദ്രവം ദൈവം അറിയാതെയല്ല. അന്ന് അവർ ചിതറിപ്പോയി. അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് അടുത്ത ഭാഗത്തോട്ട് മായ്ക്കുമ്പോൾ നമുക്ക് കാണാം. ശമരിയ എന്ന പട്ടണത്തിൻ്റെ വിടുതലൊക്കെ പിന്നീട് വരികയാണ്. ചിലതൊക്കെ സംഭവിക്കുന്നത് നന്മയ്ക്കാണ്. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അതായത് ഈ വലിയ പ്രതികൂലം ഇവരെ ചിതറിക്കാൻ ശേഷിയുള്ളതല്ലായിരുന്നു. ചില പ്രതികൂലങ്ങളിൽ ചിലർ പിടിച്ചു നിൽക്കും, അതിൻ്റെ മുകളിൽ വന്നാൽ അവർ ചിതറിപ്പോകും. എന്നാൽ എന്തു വന്നാലും ചിതറാത്ത ചിലർ ഇതിനകത്തുണ്ട്, അപ്പോസ്തലന്മാർ. അവർ കർത്താവായ യേശുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അവർക്ക് ചിതറിപ്പോകാൻ കഴിയില്ല. ഈ പ്രതികൂലത്തിന് അവരെ ചിതറിക്കാൻ ശേഷിയില്ല, അവരവിടെ നിന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനാണ്. ഈ ചിതറിപ്പോയവർ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ 4 വഴിക്ക് ഓടിയവർ എന്ത് ചെയ്തെന്ന് അവിടെ വായിക്കുന്നുണ്ട്. അതിനു മുമ്പ് 2-ാമത്തെ വാക്യം, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു, അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. വലിയ വിലാപം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അടക്കം ചെയ്യാൻ ധൈര്യമുള്ളവർ കുറവായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഭക്തിയുള്ള പുരുഷന്മാർ. അപ്പോൾ ദൈവമക്കളുടെ ഇടയിൽ എല്ലാം ഭക്തിയുള്ളവരാണോ? ഭക്തിയിൽ വ്യത്യാസമുണ്ട്. ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന ചിലർ അതിനുവേണ്ടി രംഗത്ത് വന്നു. മരണത്തെ പോലും വകവെക്കാതെ സ്തേഫാനോസിന്റെ ബോഡി എടുത്തുകൊണ്ട് വന്നു. ഫെലിസ്ത്യരുടെ നാട്ടിൽ വെച്ചാണ് ശിംശോൻ കൊല്ലപ്പെട്ടത്. ശിംശോൻ ഒത്തിരി പേരെ കൊന്നുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. എന്നാൽ അവൻ്റെ സഹോദരങ്ങൾ ചെന്ന് അവൻ്റെ ബോഡി എടുത്തുകൊണ്ട് വന്നു. ഇതുപോലെ സ്തേഫാനോസിൻ്റെ ചുറ്റും നിന്നിരുന്ന കുറച്ച് ഭക്തിയുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ പോയി സ്തേഫാനോസിനെ അടക്കം ചെയ്തു. വലിയ വിലാപം കഴിച്ചു. അവർ കരഞ്ഞു. വലിയ ദുഃഖം ഉണ്ടായി, വലിയ വേദന അവർക്കുണ്ടായി. സ്തേഫാനോസിനെ ഓർത്ത് കരഞ്ഞു. ചില ഭാഗങ്ങളിൽ കരയരുത് എന്നൊക്കെ ചില മരണവീടുകളിൽ എത്ര പാസ്റ്റർമാർ പറഞ്ഞാലും അവിടെ കരയേണ്ടവർ കരയണം എന്നാണ്
നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു. കരയേണ്ടവർ കരയണം. നന്നായിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ മാറും. കരയാത്തവർക്ക് വേറെ അസുഖങ്ങൾ വരാം, അറ്റാക്ക് വരാം. ഉറക്കെ കരയുക. ചിരി വന്നാൽ ഉറക്കെ ചിരിക്കണം. ചിലർ ചിരിക്കുകയുമില്ല, കരയുമില്ല. മന്ദബുദ്ധി പോലെ ഇരിക്കും. അവസാനം ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും. അവർ വളരെയധികം നിലവിളിച്ചു. സ്തെഫാനോസിനെ ഓർത്തവർ കരഞ്ഞു. തബീത മരിച്ചപ്പോൾ കുറെ വിധവമാർ ചുറ്റും നിന്ന് കരഞ്ഞു. ആ കരച്ചിലാണ് പത്രോസിനെ വിളിപ്പിക്കാൻ കാരണമായത്. കാരണം കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ പത്രോസ് ഒരു 40 കിലോമീറ്റർ അടുത്ത് ദൂരെ ഒരു സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞ് അവനെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ആ കരച്ചിൽ തബീത എന്ന സ്ത്രീ എഴുന്നേൽക്കാൻ കാരണമായി തീർന്നു. ചില കരച്ചിലുകൾ നന്മ കൊണ്ടുവരും. ചില കരച്ചിലുകൾ നമ്മളെ ഫ്രീ ആക്കും. നന്നായിട്ടൊന്ന് കരയണം. ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ചില കരച്ചിലുകൾ നമ്മെ ഒരു വലിയ മിനിസ്ട്രിയിലേക്ക് തന്നെ പിടിച്ചു കയറ്റും. പ്രാർത്ഥനാ മുറിയിൽ നന്നായിട്ടൊന്ന് കരയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ ആ പ്രാർത്ഥന വളരെ എഫക്റ്റീവായി പിന്നത്തേതിൽ അതിൻ്റെ റിസൾട്ടും വളരെ എഫക്റ്റീവായിരിക്കും. അങ്ങനെ ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയ പ്രലാപം കഴിച്ചു. അടുത്ത വാക്യം, എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച്, അവരുടെയൊക്കെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകും. ആർത്തു വളർന്ന ദൈവസഭ, യെരുശലേമിലെ ദൈവസഭയിലേക്ക് ശൗല് കുതിരപ്പുറത്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. അവിടെയുള്ള ദൈവമക്കളെ വീടുകളിൽ കയറി അവരെ ആക്രമിക്കുന്ന ഒരു പരിപാടി. അതിന് ആസൂത്രണം ചെയ്ത ഒരു ലീഡറായിരുന്നു ശൗല്. എന്നാൽ 4-ാമത്തെ വാക്യം, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ചിതറിപ്പോയവർ, അവര് നിർത്തിയില്ല. ചിതറിയെന്ന് കരുതി അവർ മടുത്തില്ല. ചിതറിയെന്ന് കരുതി അവർ വചനം പറയാതിരുന്നില്ല. അവിടെ വായിക്കുന്നു, വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അവർക്ക് പാർക്കാനിടമില്ല, അവർക്ക് എവിടെ പോകണമെന്നറിയില്ല. എന്നാൽ എവിടെ ചെന്നാലും അവർക്കിത് അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സുവിശേഷം വ്യാപിക്കാൻ കാരണമായി തീർന്നത്. അവർ പോയിടത്തെല്ലാം അവർ യേശുവിനെ കൊണ്ടുപോയി. അവർ പോയിടത്തെല്ലാം ദൈവവചനമെന്ന വിത്ത് വിതച്ചു. അതുകൊണ്ട് ആ ദേശത്തെല്ലാം ജനങ്ങൾ യേശുവിനെ അറിഞ്ഞു. ചിതറിപ്പോയവർ. അപ്പൊ ജീവിതത്തിൽ ചിതറിപ്പോകുന്ന ചില അനുഭവങ്ങൾ വന്നാലും തളരരുത്. അതും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ഒരു നിവൃത്തിയില്ലാതെ പോലീസ് കേസും വിവിധ കടബാധ്യതയും കടക്കണിയും കൊണ്ട് നാട് വിട്ടു പോയവരൊക്കെ ഇന്ന് പല രാജ്യങ്ങളിൽ ഉയർന്ന നിലകളിലാണ്. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. അവരുടെ ആരംഭം വലിയ തകർന്നതായിരുന്നു. എന്നാൽ ഇന്നത്തെ അവരുടെ അവസ്ഥയല്ല കാണേണ്ടത്. എങ്ങനെ നിങ്ങൾ ചിതറിപ്പോയി? ഇന്ന് ഇത് കേൾക്കുന്ന പലരും ചിതറുന്ന അവസ്ഥയിൽ, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, സാഹചര്യങ്ങൾ മുഴുവൻ മോശമായ അവസ്ഥയിലാണെങ്കിലും പേടിക്കരുത്. കർത്താവിന് എന്തൊക്കെയോ വലിയ പദ്ധതികൾ നിങ്ങളെക്കുറിച്ചുണ്ട്. ധൈര്യപ്പെടുക. എല്ലാം നന്മയ്ക്കാണ്. ആ വലിയ ഉപദ്രവമാണ് ദൈവരാജ്യം വളരാൻ, സുവിശേഷം പടരാൻ കാരണമായത്. കർത്താവ് അറിയാതെ ഒന്നും അല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം കർത്താവ് നന്മയാക്കി മാറ്റും. എല്ലാം നന്മയാക്കി മാറ്റുന്നൊരു കർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യപ്പെടാം, കാത്തിരിക്കാം, വിശ്വസിക്കാം, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നേരിടുന്ന എല്ലാ വിഷയങ്ങളെയും പ്രാർത്ഥനയോടെ നേരിടുവാൻ, വചനം കൊണ്ട് നേരിടുവാൻ, കൃപയിൽ യാത്ര ചെയ്യുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. വരുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്ക് നന്മയ്ക്കാണ്, ഞങ്ങൾക്ക് നന്മയ്ക്കാണ്, ഞങ്ങളുടെ കുടുംബത്തിന് നന്മയ്ക്കാണ്. ഞങ്ങൾ ചിതറിപ്പോകുന്നത് പോലും
ദൈവിക പദ്ധതിയാണ് എന്നുള്ള ഒരു പുതിയ വെളിപ്പാട് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്ന് പലതും കൈവിട്ടു പോകുന്നല്ലോ, പലതും കണക്കൂട്ടിയത് തെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നതെല്ലാം നന്മയാക്കി മാറ്റുന്ന യേശുവിൻ്റെ കൈകളിൽ ഇവരെ ഏൽപ്പിച്ച് ഞാൻ ഇവരെ അനുഗ്രഹിക്കും. കർത്താവ് കൂടിയിരിക്കണം. വലിയ ദൈവപ്രവർത്തികൾ അവർ കാണട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇവർ മുഖാന്തരം ആയിരങ്ങൾ സൗഖ്യമാണ്, ഇവർ മുഖാന്തരം ആയിരങ്ങൾ വിടുതൽ പ്രാപിക്കും. കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന ഒരു തലമുറയായി എല്ലാവരും എഴുന്നേറ്റ് വരട്ടെ. ഇന്നത്തെ വിഷയങ്ങളെ കർത്താവിൽ ആശ്രയിച്ച് നേരിടുവാൻ ശക്തിയുള്ളവരായി ഇവർ പോകട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഈ മാസം മുഴുവൻ ദാനം തന്ന ദൈവത്തിന് നന്ദി പറയാം. പുതിയ മാസം ജീസസ് എവരിഡേയിൽ ഒരു പുതിയ ഒരു സാക്ഷ്യത്തോടെ, പുതിയ പ്രൈസ് റിപ്പോർട്ടോടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവ് ഇടയാക്കട്ടെ. നാളെ നമുക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് രാവിലെ 8 മണിക്കാണ്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പുതിയ മാസം നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടാം. ഗോഡ് ബ്ലെസ് യു. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിരാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഈ സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിരാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിന് എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുവൻ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുവാൻ. വീണ്ടും വന്നിടുവൻ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുവാൻ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ.
സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനാണ് എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനാണ് എന്റെ ഉള്ളത്തിൽ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനാണ് എന്റെ ഉള്ളത്തിൽ വന്നു. Oh, thank you, Lord. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനാണ് ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ.